ഞാൻ ഇന്നൊരു ശകലം കൊള്ളപ്പം ഉണ്ടാക്കാൻ പോവാണേ. കൊള്ളപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലേ. അതിനായിട്ട് ഞാൻ ഈ തവിക്ക് ഒരു തവി മൈദാമാവ് എടുത്ത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശകലം മൈദയോടെ ചേർത്തേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനൊരു 2 കപ്പ് ഈ തവിക്ക് 2 തവി ഗോതമ്പ് പൊടിയും ഇടുക. മതി. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു ശകലം ഉപ്പിടുന്നുണ്ട്. ഈ തേങ്ങയൊക്കെ അരച്ച് നല്ലപോലെ അരയ്ക്കുവാണെങ്കിൽ തേങ്ങ അരച്ചൊരു ചുള വെളുത്തുള്ളിയുടെ അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല, അരയ്ക്കാതെ തന്നെ ഉണ്ടാക്കുക. ഒരു ശകലം ജീരകം ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. എള്ളിട്ടാലും നല്ലതാണ്. ഇങ്ങനെ ശകലം ജീരകം ഇടുന്നത്. ഇപ്പോഴത്തെ ജീരകത്തിൻ്റെ വിലക്കൊന്നും ജീരകമൊന്നും ഇടാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെയല്ല, ഇച്ചിരൂടെ ഒന്ന് കട്ടി വേണം. ചപ്പാത്തിക്ക് കുഴങ്ങ അത്ര ലൂസാകരുത്. ഒരു ശകലം കൂടെ കട്ടിയായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനത് ഉരുട്ടി വെച്ചേ, നല്ല ശരിക്കും ഉരുട്ടി. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടണം. ഇത്രയും വലുപ്പം മതി, ഇത്രയും വലുപ്പം. അതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കണമില്ല. എല്ലാം ഉരുട്ടി വെക്കുക. ഞാനത് ചെറുതായിട്ട് പരത്തുവാണേ. നമ്മൾ പപ്പടമൊക്കെ പരത്തുന്ന പോലെ ഇങ്ങനത്തെ ചെറുതായിട്ട് പരത്തിയെടുക്കുക. ശകല എണ്ണ തൂത്ത് പരത്തുന്നതാണ് നല്ലത്. പൊടിയൊന്നും തൂകണ്ട. പൊടിയൊന്നും തൂകാതെ ഇങ്ങനെ പരത്തുക. ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങ് എടുത്താൽ മതി. ഉണ്ട്, ഇപ്പോൾ കൊട്ടയപ്പം റെഡി. ഞാൻ എണ്ണ തിളച്ച് കിടക്കുവാണ്. എണ്ണയിലോട്ട് അത് ഇടുവാണേ. അങ്ങനെ ഓരോന്നോരോന്ന് പിറക്കിയിടണം. എൻ്റെ കുഴലപ്പം റെഡിയായേ. ഇനി ഇതിനകത്ത് പഞ്ചസാര പാനിയാക്കി ചേർക്കുന്നവർക്കാണെങ്കിൽ ചേർക്കാം. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് പാനിയാക്കി ഇതിന് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം, റോസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനത് പഞ്ചസാര ചേർത്തിട്ടില്ല. ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.